പിന്നെ നരേന്ദ്രമോദി പാലക്കാട് നഗരത്തിന് 3868 കോടി രൂപ 66 കോടി രൂപ സ്മാർട്ട് സിറ്റിക്ക് വേണ്ടി കഞ്ചിക്കോട് വികസനത്തിനും പാലക്കാട് നഗരത്തിൻ്റെ വികസനം വേണ്ടി അനുവദിച്ചു. ഇതിൻ്റെ ഫോട്ടോ എടുത്ത് വെച്ചത് ശ്രീകണ്ഠനും ഞങ്ങളുടെ പാർട്ടിയൊക്കെയാണ്. നരേന്ദ്രമോദി സ്മാർട്ട് സിറ്റിക്ക് വേണ്ടി അനുവദിച്ചപ്പോൾ കഞ്ചിക്കോട് മേഖലയിൽ വ്യവസായ മേഖല സ്ഥാപിക്കണമെന്നാണ്. ഇന്ന് വ്യവസായ മേഖല കഞ്ചിക്കോട് മേഖല മുട്ടുസൂചി ഉണ്ടാക്കുന്നത് മുതൽ എല്ലാ വ്യവസായശാലകളും വരണം. എല്ലാ വ്യവസായശാലകളും വരും. മുട്ടുസൂചി അറവുശാല വരും. ഇതിനൊക്കെ എതിർക്കാൻ നിന്നാൽ എതിർക്കാം. വെള്ളം ചൂഷണം ചെയ്യുന്നതിന് പക്കെതിരാണ്. മലമ്പുഴയിൽ നിന്ന് ഒരു തുള്ളി വെള്ളം ഈ വ്യവസായത്തിന് കൊടുക്കാൻ പാടില്ല. യാതൊരു സംശയമില്ല. ഇന്നലെ ഒരു ചാനൽ ചർച്ച ചെയ്ത പോലെ 2 ലക്ഷം കോടി രൂപയാണ് 2 ലക്ഷം കോടി ലിറ്റർ വെള്ളമാണ് കിംഫ്രയ്ക്ക് കഞ്ചിക്കോട് മേഖലയിലേക്ക് വെള്ളം കൊടുക്കുന്നത്. ഇതിനൊന്നും നമുക്ക് ആർക്കും എതിർക്കാൻ സാധിച്ചിട്ടില്ല. ഇപ്പോൾ ഒരു 1500-2000 പേർക്ക് ജോലി കിട്ടുന്ന ഒരു കമ്പനി വരുമ്പോൾ മലമ്പുഴയിൽ നിന്ന് വെള്ളം കൊടുക്കണ്ട എന്ന് പറഞ്ഞ് സമരം ചെയ്യുന്നതിൽ ന്യായമാണ്. പാലക്കാട് നഗരത്തിന് വെള്ളം കൂടി വരാൻ പറ്റണം. അത് തെറ്റാണ്. അത് ശരിയാണ്. മലമ്പുഴയിൽ നിന്ന് ഒരു തുള്ളി വെള്ളം കൊടുക്കാൻ പാടില്ല. അത് എലപ്പള്ളി പഞ്ചായത്തിലെ മുൻ BJP നേതാവായ രേവതി ബാബുവിൻ്റെ നേതൃത്വത്തിലുള്ള ഭരണസമിതിയും BJP, അത് കോൺഗ്രസ് ആണെങ്കിലും BJPയും ചേർന്ന് പ്രമേയം പാസ്സാക്കി അവർ ലൈസൻസ് കൊടുക്കില്ല എന്ന് പറഞ്ഞു. മലമ്പുഴ വാട്ടർ അതോറിറ്റി ഒരു തുള്ളി വെള്ളം കൊടുക്കില്ല എന്ന് പറഞ്ഞു. പിന്നെ വ്യവസായ കാര്യങ്ങൾ വരുന്നതിൽ നമ്മൾ കൊടികുത്തി സമരം ചെയ്താൽ, പണ്ട് CPMൻ്റെ സമരം കൊണ്ടാണ് കേരളത്തിലെ വ്യവസായ കേന്ദ്രം മുഴുവൻ തകർന്നത്. ഇപ്പോൾ ആ പണി കോൺഗ്രസ് ഏറ്റെടുത്തിരിക്കുകയാണ്. കാരണം ശ്രീകണ്ഠൻ വലിയ ഫോട്ടോ വെച്ചല്ലോ. നരേന്ദ്രമോദി 3866 കോടി രൂപ അനുവദിച്ചുകൊണ്ട് പാലക്കാട് വികസിക്കുന്നു. എന്താ വികസനം ഉദ്ദേശിക്കുന്നത്? അവിടെ കഞ്ചിക്കോട് സ്വർണ്ണ കമ്പനി മാത്രമാണോ വരിക? അതോ പച്ചക്കറി കൃഷി ചെയ്തിട്ട് കഞ്ചിക്കോട് വികസിക്കാൻ പറ്റുമോ? എല്ലാ കമ്പനിയും വന്ന് ആയിരക്കണക്കിന് ആൾക്കാർക്ക് ജോലി കിട്ടണം. ഇതിനു മുമ്പ് ഒരുപാട് ബ്രൂവറീസ് വന്നിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ പെപ്സി പൂട്ടി 10,000-2000 പേർക്ക് ജോലി നഷ്ടപ്പെട്ടു. ആര് കൊടുക്കും ജോലി? ആ കുടുംബങ്ങളുടെ സ്ഥിതി എന്താ? അല്ല, മദ്യം നിർമ്മിക്കുന്ന കമ്പനി വേണ്ട എന്ന് പറയുന്നതിൽ തെറ്റില്ല. മദ്യം നമ്മൾ ഉപയോഗിക്കില്ല എന്ന് പ്രതിജ്ഞയെടുക്കാൻ നമ്മളെല്ലാവരും തയ്യാറാണ്. മദ്യപാനികൾക്ക് ഒരു പാർട്ടിയിൽ സീറ്റ് കൊടുക്കില്ല. രാവിലെ മുതൽ വൈകുന്നേരം വരെ മുദ്രാവാക്യം വെച്ച് വൈകിട്ട് മദ്യഷാപ്പിൽ പോയി മദ്യം അടിക്കുന്ന ആൾക്കാർ പോയി സമരം ചെയ്താൽ ഒരു ആത്മാർത്ഥത വേണ്ടേ? അത് ഏത് പാർട്ടിയിലായാലും ശരി സത്യസന്ധത കാട്ടണം. മദ്യം ഇന്ത്യ മുഴുവൻ നിരോധിക്കട്ടെ. ഇപ്പോൾ ഗുജറാത്ത് മുഴുവൻ മദ്യം നിരോധിച്ചു. വ്യവസായങ്ങളെ എതിർക്കണ്ട. പുതിയ വ്യവസായശാലകൾ മദ്യഷാപ്പായാലും ഇപ്പോൾ നമ്മളെ പാലക്കാട് കഴിഞ്ഞ ഏതാനും വർഷങ്ങൾ മുമ്പ് ഒരു പ്രശ്നമുണ്ടായി. അറവുശാല ഇവിടെ നവീകരണത്തിന് വേണ്ടി വന്നപ്പോൾ വേറൊരു ഭാഗത്ത് നിന്ന് അറവുശാല നിർമ്മിക്കാൻ വേണ്ടി ഞങ്ങൾ മുനിസിപ്പാലിറ്റി തയ്യാറായപ്പോൾ എല്ലാവരും എതിർത്തു. അറവുശാലയിലെ എല്ലാ പന്നി മുതൽ പട്ടി വരെ അറുത്ത് പാമ്പ് വരെ അറുത്താൽ കഴിക്കുന്ന ആൾക്കാരാണ് അറവുശാലയെ എതിർക്കുന്നത്. അറവുശാലയിൽ മാംസം കഴിക്കാം അറവ് വയ്ക്കുന്നത്. അത് എൻ്റെ ഭാഗത്ത് വരാൻ പാടില്ല. ഇത് എതിർക്കുന്നു. അപ്പോൾ മാലിന്യ കൂമ്പാരത്തിന് ട്രഞ്ചിങ് ഗ്രൗണ്ട് വേണം. എവിടെയും വേണ്ട, എന്നാൽ മാലിന്യം ഒഴിവാക്കുകയും വേണം. ഇത് ജനങ്ങളുടെ ഒരു സ്വഭാവമാണ്. കുടിവെള്ളം ക്ഷാമം പരിഹരിക്കാൻ മലമ്പുഴയിൽ നിന്ന് ഒരു തുള്ളി വെള്ളം കൊടുക്കണ്ട. ഇത് വലിയ കമ്പനിയാണ്. അവർ പറമ്പിക്കുളത്തുനിന്ന് ആളിയാറുന്ന് വെള്ളം കൊണ്ട് വരട്ടെ. അല്ലെങ്കിൽ മേട്ടൂർ ഡാം അടുത്താണ്, 60 കിലോമീറ്ററേ ഉള്ളൂ. അവിടെ അടിയിൽ കൂടി തമിഴ്നാട് ഗവൺമെൻറ്റുമായി ബന്ധപ്പെട്ട് പിണറായി വിജയൻ അവർക്ക് വെള്ളം കൊടുക്കട്ടെ. അല്ലെങ്കിൽ ഒരു ഹെലികോപ്റ്റർ വെള്ളം കൊണ്ടുവരട്ടെ. കമ്പനി തുടങ്ങട്ടെ. 10,000-2000 നമ്മുടെ ചെറുപ്പക്കാർക്ക് ജോലി കിട്ടട്ടെ. ആന്ധ്രയിലും നമ്മുടെ VK ശ്രീകണ്ഠൻ പറയുന്നത് ഈ വെള്ളത്തിൻ്റെ പ്രശ്നം പറഞ്ഞ് കമ്പനി വരുന്നത് എതിർക്കരുത് എന്നുള്ളതല്ലേ? വെള്ളത്തിൻ്റെ പ്രശ്നം പരിഹരിക്കണം. അത് കമ്പനി വരുന്നതിന് എതിർക്കാൻ പാടില്ല. ജില്ലാ നേതൃത്വം യോഗം കൂടുമ്പോൾ ഞാൻ പറയേണ്ടത് പറയും. ഇപ്പോൾ പ്രതിഷേധത്തിൽ ഏറ്റവും മുന്നിൽ BJP ആണ്. അപ്പോൾ അത് താങ്കളുമായിട്ട് കൂടിയാലോചന നടത്തിയിട്ടുണ്ടോ? BJP കുടിവെള്ളം BJP മലമ്പുഴയിലെ കുടിവെള്ളം എടുക്കുന്നതിനെതിരായിട്ടുള്ള സമരത്തിൽ മുൻപന്തിയിലാണ്. അതിനെ ഞാൻ സ്വാഗതം ചെയ്തു. BJPക്ക് എലപ്പള്ളി പഞ്ചായത്തിൽ സമരം ചെയ്യാൻ, പുതുശ്ശേരി മണ്ഡലത്തിൽ സമരം ചെയ്യാൻ കോൺഗ്രസിന് ഒരു സഹായവും വേണ്ട. ശ്രീകണ്ഠൻ നരേന്ദ്രമോദിയുടെ
സ്മാർട്ട് സിറ്റിയെ പൊളിപ്പിക്കാൻ വേണ്ടി നടത്തുന്ന ഒരു തട്ടിപ്പാണ് ശ്രീകണ്ഠൻ ചെയ്യുന്നത്. സ്വന്തം മണ്ഡലത്തിൽ വ്യവസായ കേന്ദ്രം വരുന്നത് ശ്രീകണ്ഠൻ എന്തിനാണ് എതിർക്കുന്നത്? ശ്രീകണ്ഠൻ എന്തിനാണ് എതിർക്കുന്നത്? അത് അദ്ദേഹം കുടിവെള്ളക്ഷാമത്തിൻ്റെ പ്രശ്നമാണ് പറഞ്ഞത്. വ്യവസായത്തിന് ഞാൻ കേട്ടില്ല. കുടിവെള്ളം മലമ്പുഴയിൽ ഒരു തുള്ളി വെള്ളം അത് കൃഷ്ണകുമാറിൻ്റെ ന്യായം, പാർട്ടിയുടെ നയമാണ്. വ്യവസായം വരുന്നതിന് നരേന്ദ്രമോദി എതിരല്ല, BJP എതിരല്ല, BJPയുടെ സംസ്ഥാന നേതൃത്വമില്ല, ജില്ലാ നേതൃത്വമില്ല. കൃഷ്ണകുമാറും അങ്ങനെ പറഞ്ഞിട്ടില്ലല്ലോ. കൃഷ്ണകുമാർ ഫാക്ടറി വരണ്ടെന്ന് പറഞ്ഞിട്ടില്ല. കുടിവെള്ളം ക്ഷാമം പരിഹരിക്കണം എന്നാണ് പറഞ്ഞേക്കാം. ഞാനത് പ്രസരിച്ചു. മലമ്പുഴയിൽ നിന്ന് ഒരു തുള്ളി വെള്ളം കൊടുക്കാൻ പാടില്ല വാട്ടർ അതോറിറ്റിക്ക് സമരം ചെയ്തു. പിന്നെ ഈ പെപ്സി ഇവിടെ വന്ന് പൂട്ടി. ആ സമയത്ത് ആരും ഇത് സമരമൊക്കെ ചെയ്തൊക്കെ പൂട്ടി. 12,000 നിങ്ങളറിയോ, പാലക്കാട് കഞ്ചിക്കോട് ഏറ്റവും വലിയ കമ്പനി ഉണ്ടായിരുന്നു, മദ്രാസ് ഫിനിക്സ്. 12,000 പേര് ജോലി ഉണ്ടായിരുന്നു. അത് പൂട്ടി വർഷങ്ങളായി, ഇനിയും തുറന്നിട്ടില്ല.